വിയറ്റ്നാമിൽ മിഷനിൽ ഒരു മഠം സ്ഥാപിക്കണമെന്നും അങ്ങോട്ട് കൊച്ചുത്രേസ്യയെ അയക്കുവാനും ഒരവസരത്തിൽ സഭാധികാരികൾ ചിന്തിച്ചിരുന്നു. എന്നാൽ അവളുടെ അനാരോഗ്യം കാരണം ആ കാര്യം അവർ വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത്. ആ വിവരം അറിഞ്ഞ കൊച്ചുത്രേസ്യ വളരെ ദുഃഖിതയായിരുന്നെങ്കിലും പിന്നീട് അതേ സംബന്ധിച്ച് അവൾ എഴുതി, കർത്താവ് ഒരു ദിവസം കർമ്മലമഠമാകുന്ന പേടകത്തിൻ്റെ കിളിവാതിൽ തുറക്കുമെന്നും ദൂരെ ദൂരെ അവിശ്വാസികളുടെ ദേശത്തേക്ക് ഒലിവിൻ്റെ കുഞ്ഞുമാലാഖയും വഹിച്ചുകൊണ്ട് പുറക്കുവാൻ എന്നോട് ആജ്ഞാപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ വിവരം എൻ്റെ ആത്മാവിനെ വികസിപ്പിച്ച് സകല സൃഷ്ടവസ്തുക്കൾക്കും മേൽ ഉയർന്നു പറക്കുവാൻ അതെന്നെ സഹായിക്കുകയും ചെയ്തു. ആ സമയത്ത് പ്രാർത്ഥനയും ത്യാഗപ്രവർത്തനങ്ങൾ വഴിയും തങ്ങളുടെ മിഷൻ പ്രവർത്തനത്തെ സഹായിക്കുവാൻ മഠാധിപ കൊച്ചുത്രേസ്യയ്ക്ക് 2 ആത്മീയ സഹോദരന്മാരെ നൽകുകയുണ്ടായി. അവർ മോരീസ് ബെല്ലിയർ, അഡോൾഫ് റുളാബ് എന്നിവരായിരുന്നു. അവർക്ക് വേണ്ടി അവൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും അവരുടെ മിഷണറി പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കത്തുകൾ എഴുതുകയും ചെയ്തിരുന്നു. അവർക്ക് വേണ്ടി എന്തും ദൈവത്തോട് നന്ദി പറയുകയും ഒരു പ്രാർത്ഥന ഉണ്ടാക്കി നിരന്തരം ചൊല്ലുകയും ചെയ്യുമായിരുന്നു. ആ പ്രാർത്ഥന കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥനകൾ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.